ഈശ്വരയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമസ്കാരം. എല്ലാവരെയും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വീഡിയോയിൽ വരുന്നത് വർഷങ്ങളുടെ കണക്കാണ്. AD 1-ാം നൂറ്റാണ്ട് മുതൽ 1983 വരെയുള്ള കാലഘട്ടങ്ങളിൽ വന്ന ചേഞ്ചസ്, അതായത് കാനോൻ നിയമത്തിൽ വരുന്ന വ്യത്യാസങ്ങളും വ്യതിയാനങ്ങളും, ഓരോ സാർവത്രിക സുന്നഹദോസുകളിലൂടെ വരുന്ന വ്യതിയാനങ്ങളാണ് ഇതിൽ വരുന്നത്. 1983 അത് കൃത്യമായ രീതിയിൽ ക്ലാരിഫിക്കേഷൻ ചെയ്തതെന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിയാമായിരിക്കാം. 4000-ഓളം നിയമം ഉണ്ടായിരുന്നു, ടെക്സ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ 1752 എന്ന രീതിയിൽ കൺഫേം ചെയ്തു. ഇനിയും വ്യതിയാനങ്ങൾ വരാം. അല്ലാതെ ഓരോ കൗൺസിൽസ് അത് ആവശ്യമായ നിയമങ്ങൾ വരുമ്പോഴാണ് അത് വേണ്ടി വരുന്നത്. അപ്പൊ നിങ്ങൾ കാനൂൺ നിയമം എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞു. പിന്നെ കാനൂൺ നിയമത്തിൽ വരുന്ന കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. അത് ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി, എങ്ങനെ വേണ്ടി എല്ലാം നിങ്ങൾ അറിഞ്ഞു. പിന്നെ ഇനി വരുന്നത് കാലാന്തരത്തിൽ വന്ന മാറ്റങ്ങളാണ്. അതായത് AD 1 മുതൽ 1983 വരെ, ആക്ച്വലി 1991 വരെ പറയാം. കാരണം മറ്റുള്ള കിഴക്കൻ ഓർത്തഡോക്സിന്റെ കാര്യം വരുമ്പോൾ 1991. അപ്പൊ ഈ എപ്പിസോഡിൽ 91 വരുന്നില്ല. 1981 കൊണ്ട്, അതായത് ജോൺ പോൾ II കൊണ്ട് നമ്മൾ ഇത് തീരുകയാണ്. അതായത് 4ാമത്തെ വീഡിയോ തീരുകയാണ്. സ്വാഗതം പറയാണ്. എല്ലാവർക്കും സുഖമല്ലേ? സുഖമായിരിക്കട്ടെ. ദൈവത്തിന്റെ കൃപയാൽ ഏവർക്കും സുഖമായിരിക്കട്ടെ. അടുത്തത് കാനോൻ നിയമത്തിന്റെ ചരിത്രം, അത് വരുന്ന വഴി നമ്മിലെത്തിയത് എങ്ങനെയാണെന്ന്. ഇത് ഒരു കൗൺസിലല്ല തീരുമാനിക്കുന്നത്. പല കാര്യങ്ങളും സാർവത്രിക സുന്നഹദോസ്, അതായത് പോപ്പിൻ്റെ നേതൃത്വത്തിൽ കർദിനാളന്മാർ, എല്ലാ സഭയിൽ നിന്നുള്ള, എല്ലാ രാജ്യത്തിൽ നിന്നുള്ള കത്തോലിക്ക സഭയിൽപ്പെടുന്ന കർദിനാളന്മാരും ഒക്കെ ചേർന്നുകൊണ്ടാണ്, ബിഷപ്പ്മാരും ഒക്കെ ചേർന്നുകൊണ്ടാണ് കൗൺസിൽ കൗൺസിൽ വരുന്നത്. ഒരു മീറ്റിംഗ് ആണ്. ആ മീറ്റിങ്ങിൽ പങ്കെടുത്ത് അതിലൂടെയാണ് പല സുപ്രധാനമായ തീരുമാനങ്ങളും സഭയോട് ബന്ധപ്പെടുന്ന നിയമങ്ങളും ക്രോഡീകരിക്കുകയും അതോടൊപ്പം നിയമമാക്കുകയും ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടാണ് കാനോൻ നിയമം ഒരൊറ്റ കൗൺസിലിലല്ല പ്രഖ്യാപിക്കപ്പെട്ടെന്ന് പറഞ്ഞത്, മറിച്ച് നൂറ്റാണ്ടുകളായി നടന്ന എക്യുമെനിക്കൽ ലോക്കൽ കൗൺസിലുകളിലൂടെയാണ് പരിണമിച്ചത്. സാർവത്രിക സുന്നഹദോസിലൂടെയും അല്ലാതെ തന്നെ ലോക്കലായ സുന്നഹദോസ്, കാരണം ചില രാജ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട്, അല്ലെങ്കിൽ ഒരു സഭയ്ക്ക് മാത്രമായിട്ട് നടത്തുന്ന കൗൺസിലുകൾ. ഉദാഹരണമായി 1599 ഉദയംപേരൂർ വെച്ച് നടന്ന സുന്നഹദോസ് സാർവത്രിക സുന്നഹദോസ് അല്ല. അത് കേരളത്തിലെ ക്രൈസ്തവർക്ക് വേണ്ടിയിട്ടുള്ള സുന്നഹദോസായിരുന്നു. അത് പ്രാദേശിക സുന്നഹദോസ് എന്നാണ് അറിയപ്പെടുന്നത്. ആദിമകാലത്ത് വിശുദ്ധ ഗ്രന്ഥവും അപ്പോസ്തലിക പ്രബോധനങ്ങളും തിരുവെഴുത്തുകളും സഭാപിതാക്കന്മാരുടെയും പഠനങ്ങളും ആയിരുന്നു ഈ നിയമത്തിൽ. പിന്നീട് സഭയുടെ ആദ്യത്തെ സാർവത്രിക സുന്നഹദോസ് എന്നറിയപ്പെടുന്ന AD 325 1-ാം നിഖ്യ കൗൺസിൽ മുതലാണ് പ്രധാന അടിസ്ഥാന കാനോനിക നിയമങ്ങൾ ആദ്യകാലങ്ങളിൽ സ്ഥാപിക്കും. 6-ാം നൂറ്റാണ്ടിൽ ജസ്റ്റീനിയൻ ചക്രവർത്തി ആദ്യകാല സഭാ നിയമങ്ങൾ പലയിടങ്ങളിലായി സമാഹരിച്ചുകൊണ്ട് ഔപചാരികമായ വത്കരണം നടത്തി. പിന്നീട് 12-ാം നൂറ്റാണ്ടിൽ, അത് കാലയളവ് പറയുകയാണെങ്കിൽ ഏകദേശം AD 1140 ഇറ്റാലിയൻ സന്യാസിയായ ഗ്രാഷ്യൻ ക്രോഡീകരിച്ച കാനോൻ നിയമങ്ങളുടെ സമാഹാരമാണ് ഡിക്രേറ്റം ഗ്രാഷ്യാനി എന്ന് പറയുന്നത്. കാനോൻ നിയമത്തിൻ്റെ പിതാവ് എന്നാണ് ഈ ഗ്രാഷ്യനെ വിളിക്കപ്പെടുന്നത്. അതായത് കാനോൻ നിയമത്തിൻ്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാവുന്നതാണ് ഗ്രാഷ്യൻ. അദ്ദേഹം പൊരുത്തക്കേടുള്ള സഭാ നിയമങ്ങളെ, അത് കോൺകോർഡിയ, ഡിസ്കോർഡാൻഡിയം, കാനോൻ എന്ന് പറയുന്ന ആ സഭാ നിയമങ്ങളെ യുക്തിസഹമായി സംയോജിപ്പിച്ച് ഇത് പാശ്ചാത്യ സഭയുടെ
നിയമവ്യവസ്ഥയിൽ വിപ്ലവകരമായ മാറ്റം വരുത്തുകയും റോമൻ കത്തോലിക്ക സഭയുടെ കോർപ്പസ് ജൂറിസ് കാനോണിക്കിൻ്റെ അടിസ്ഥാന ശിലയാവുകയും ചെയ്തു. പതിറ്റാണ്ടുകളായി ചിതറിക്കിടന്നിരുന്ന സഭാ കൗൺസിലുകളുടെ തീരുമാനങ്ങൾ, പാപ്പാമാരുടെ കൽപ്പനകൾ, ബൈബിൾ വാക്യങ്ങൾ എന്നിവയെ അദ്ദേഹം ഏകീകരിച്ചു. ഏകദേശം 4000-ഓളം നിയമവചനങ്ങൾ, ടെക്സ്റ്റ് ഈ ഇദ്ദേഹത്തിൻ്റെ ഈ കാനോനിക നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായി. ഏതാണ്ട് 1917 വരെ ഈ നിയമങ്ങൾ തന്നെയാണ് സഭയിൽ നിലനിന്നതെന്നും പറയാനാകും. അതായത് 1140 ഇദ്ദേഹം സമാഹരിച്ച ഡിക്രറ്റം ഗ്രാഷ്യാനി എന്ന് പറയുന്ന 4000-ഓളം നിയമങ്ങൾ, കാനോനിക നിയമങ്ങൾ പെടുന്ന കാനോനിക സംഹിത നിലനിന്നിരുന്നത്. ചില ആനുകാലികമായ മാറ്റങ്ങൾ ഈ 1917-നും 1140-നും ഇടയ്ക്ക് നടത്തിയിരുന്നു. അത് ഓരോ വ്യത്യസ്ത സഭകളിലും പോപ്പിൻ്റെയും അതോടൊപ്പം തന്നെ സഭാപണ്ഡിതന്മാരുടെയും പഠനവിധേയമായതാണ് ആ മാറ്റങ്ങൾ നടത്തിയത്. 16-ാം നൂറ്റാണ്ടിൽ ട്രെൻറ്റ് കൗൺസിലിൽ ഈ നിയമങ്ങളിൽ, അതായത് ഗ്രേഷ്യൻ നടത്തിയ കാനോനിക നിയമങ്ങളിൽ കാര്യമായ പരിഷ്കാരങ്ങൾ നടത്തി. കാരണം കാലങ്ങൾ മാറുന്നതനുസരിച്ചിട്ട് പരിഷ്കാരങ്ങൾ നടത്തേണ്ടതുണ്ട്. കാലാനുഗത പല വ്യത്യാസവുമാണ് ലോകത്ത് നടക്കുന്നത്. അതിനനുസൃതമായ വ്യത്യാസങ്ങൾ ഓരോ കാലയളവിലും നടത്തിയിരുന്നു. പിന്നെ നടത്തുന്നത് ഈ 16-ാം നൂറ്റാണ്ട് കഴിഞ്ഞ് നടത്തുന്നത് സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലാണ്. അതായത് 1962 മുതൽ 1965 വരെയുള്ള കാലഘട്ടങ്ങളിലാണ് സെക്കൻഡ് വത്തിക്കാൻ കൗൺസിൽ നടക്കുന്നത്. അതിലാണ് ആധുനിക പരിഷ്കാരങ്ങൾ നടന്നത്. അറിയാലോ, 2 പാപ്പമാരാണ് ഈ കൗൺസിലുണ്ടായിരുന്നത്. ഉദ്ഘാടനം നടത്തിയത് പോപ്പ് ജോൺ 23 വിശുദ്ധനാണ്. രണ്ടാമത് തീർന്നപ്പോൾ പിന്നെ കണ്ടിന്യൂ ചെയ്തത് പോൾ 6-ാമനുമാണ്. അച്ചടക്ക നടപടികൾക്കായി 1-ാം നിക്യ കൗൺസിൽ കാനോൻ എന്ന പദം അവതരിപ്പിച്ചു. ആദ്യമായി കാനോൻ എന്ന പദം അവതരിപ്പിക്കുന്നത് AD 325 നിക്യ കൗൺസിലാണ്. അതോടെയാണ് കാനോൻ എന്ന പദം സാർവത്രികമായി ഉപയോഗിച്ചു തുടങ്ങിയത്. ആദ്യകാല കാനോനുകൾ വൈവിധ്യപൂർണമായിരുന്നെങ്കിലും ഒടുവിൽ അവ കോർപ്പസ് ജൂറിസ് കാനോനിസയിലേക്ക് സമാഹരിക്കപ്പെടുകയാണ് ചെയ്തത്. ആ ഒരു കാനോനിക ഗ്രന്ഥത്തിലേക്ക് ക്രോഡീകരിക്കുകയാണ് ചെയ്തത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോന്നും പഴയത് വിട്ടുകളയല്ല നമ്മൾ ചെയ്തത്, പഴയതിനെല്ലാം ചേർത്ത് പിടിക്കുകയും അതിൻ്റെ സത്ത നമ്മൾ എടുക്കുകയാണ് അതിലൂടെയൊക്കെ ചെയ്തത്. എല്ലാ നല്ല വശങ്ങളും ചേർക്കുകയാണ്. ട്രെൻറ്റ് കൗൺസിൽ 16-ാം നൂറ്റാണ്ടിൽ പരിഷ്കരിച്ചതും ബന്ധിപ്പിക്കുന്നതുമായ കാനോനുകൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. 1917-ലെയും 1983-ലെയും കാനോൻ നിയമ കോഡുകൾ. രണ്ടാമത്തേത് വത്തിക്കാൻ സെക്കൻഡ് കൗൺസിൽ കഴിഞ്ഞിട്ടാണ്. വത്തിക്കാൻ 2-ാം സാർവത്രിക സുനഹദോസ് കഴിഞ്ഞിട്ടാണ് 1983. അധികം വർഷമൊന്നും ആയിട്ടില്ല അതായിട്ട്, അല്ലേ? ആധുനികവും സമഗ്രവുമായ നിയമഘടനയെ പ്രതിനിധീകരിക്കുന്നു. നിലവിൽ നിയമത്തിൽ സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലിൻ്റെ സഭാശാസ്ത്രമാണ് വളരെയധികം സ്വാധീനിക്കുന്നത്. നിലവിലെ നിയമത്തിലെ വത്തിക്കാൻ സെക്കൻഡ് കൗൺസിൽ, അതായത് വത്തിക്കാൻ 2-ാം സുനഹദോസിൻ്റെ സഭാശാസ്ത്രം വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് ഈ വിഷയങ്ങളിലൊക്കെ. അപ്പോൾ നമ്മൾ AD 1 മുതൽ 1983 വരെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 1983 എന്ന് പറയുമ്പോൾ വത്തിക്കാൻ കൗൺസിൽ കഴിഞ്ഞിട്ടാണ്, അല്ലേ? 1962 മുതൽ 1965 വരെയാണ് സെക്കൻഡ് വത്തിക്കാൻ കൗൺസിൽ നടക്കുന്നത്. അപ്പോൾ ആ കൗൺസിൽ കഴിഞ്ഞാണ് 1983. സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലിൽ ഏത് പോപ്പായിരുന്നു? ജോൺ 23-ാമനും പോൾ
6-മനുമായിരുന്നു. ജോൺ പോൾ സെക്കൻഡിന്റെ ആണ് 1981. അപ്പോൾ ഏവർക്കും ഒത്തിരി നന്ദി. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ കാണുന്നത് ഓരോ തലങ്ങളിൽ വന്ന പേരുകളൊക്കെയാണ്. കാര്യം ഡിഡാഷ്, ഓരോ സംഹിതകൾ, അത് കാനൂൺ നിയമങ്ങൾക്ക് വരുന്ന ഓരോ പേരുകളാണ്. ഡിഡാഷ്, കോഡക്സ് യൂറിയസ്, കാനോസിസ്, അതുപോലെ ഒത്തിരി പേരുകൾ ഇത് പല പല കാലഘട്ടങ്ങളിലുള്ളത് ഉണ്ടായിരുന്നു. അപ്പം അതിനെപ്പറ്റിയാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത്. ഡിക്രേറ്റർ, ഗ്രേഷ്യാനി, ട്രിഡിറ്റോയോ അപ്പോസ്തലിക്ക, ഇതുപോലെയൊക്കെ സമാഹാരങ്ങളുണ്ട്. ആ സമാഹാരങ്ങളെ പറ്റിയൊക്കെ നമുക്ക് പഠിക്കാം. ഏവരും ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്ത വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.